സാമ്പാർ വയ്ക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്ക് തോരൻ പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മളെ കയ്യിലുള്ള പച്ചക്കറി ഏതാണോ അത് മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇത് സാമ്പാർ ഇതുവരെയും വെക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും, പഠിക്കാനും പറ്റും. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വീണ്ടും അതും കൂടി ഒന്ന് കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും. ഞാൻ ഇത് നിങ്ങൾക്ക് കാണാൻ പാകത്തിനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൊടി ഞാൻ അതിൽ ചേർക്കുന്നതുകൊണ്ടാണ് കുറച്ച് മാത്രം ചേർത്തത്. സാമ്പാർ പൊടി മാത്രം മതി എന്നുള്ളവർക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കേണ്ട. പിന്നെ ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് വട്ടത്തിലരിഞ്ഞ ചെറിയുള്ളി കൂടി ഇട്ട് കൊടുത്ത് അത് മൂപ്പിച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് പിന്നെ സാമ്പാർ പൊടി ഇട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്